നിന്റെ ഭാര്യ നിന്നെ രക്ഷിക്കാനുള്ള വഴി കണ്ടുപിടിക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കും നീ ഇരിക്കുന്നല്ലേ? അങ്ങനെ ഒന്നും നടക്കാൻ പോകുന്നില്ല. നീ ഈ കേസിൽ പെട്ട് ജയിലിൽ പോവും. പുറത്തു വരുമ്പോഴേക്കും നിന്റെ കൊച്ചു വലുതാവും. നിന്റെ മുഖത്ത് നോക്കാൻ പോലും ആ കൊച്ചിന് അറപ്പ് തോന്നും. എടാ, സ്വന്തം കുഞ്ഞിന്റെ മുന്നിൽ തരം താഴ്ന്നതിനേക്കാൾ നല്ലത് ചത്തുപോകുന്നതാ. അനിതേ, മതി. ഇങ്ങനെ ഒരാളെ മാനസികമായിട്ട് തകർത്തിട്ട് നിനക്ക് എന്താ കിട്ടുന്നത്? എന്നെ അത്ര എളുപ്പത്തിൽ തകർക്കാന്നൊന്നും ആരും കരുതണ്ട. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എല്ലാരെയും ബോധിപ്പിക്കേണ്ടത് എന്റെ ആവശ്യമാണല്ലോ. അത് ഞാൻ ചെയ്തിരിക്കും. അതിനുശേഷം നമ്മൾ തമ്മിലുള്ള കണക്കുകൾ ഞാൻ തീർത്തോളാം. സെല്ലിന്റെ അകത്ത് കിടന്ന് പോലീസിനെ ഭീഷണിപ്പെടുത്തുന്നോടാ. നിന്നെ ഞാനെന്നും നിർത്ത്. നീ ഗിരിയെ തല്ലുവോ? എന്നാ ഒന്ന് കാണണമല്ലോ. ഗിരിക്ക് എന്തെങ്കിലും സംഭവിക്കണമെങ്കിലേ ഈ ഗോപാൽജി ചാവണം. ഇവൻ എന്റെ പയ്യനാ. ഇവനെ എങ്ങനെ രക്ഷിക്കണമെന്ന് എനിക്കറിയാം. എനിക്ക് ഇവനോട് കുറച്ച് കാര്യങ്ങൾ തനിച്ച് സംസാരിക്കണം. അവര് നിന്നെ തല്ലിയോ മോനെ? ഗോപാൽജി ഇങ്ങോട്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. നീ ഇതിനകത്താണെന്ന് അറിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാടാ മനസ്സമാനമായിട്ട് പുറത്തു നിൽക്കുന്നേ? ഇങ്ങനെയുള്ള കേസുകളിൽ ഇടപെടാതിരിക്കുന്നതാ ഗോപാൽജിയുടെ പ്രതിച്ഛായക്ക് നല്ലത്. നിന്റെ സുരക്ഷയേക്കാൾ വലുതല്ല എനിക്ക് എന്റെ പ്രതിച്ഛായ. ആരാ നിനക്കെതിരെ പരാതി കൊടുത്തതെന്നറിയാമോ? പ്രീതി, ആ പീതാംബരന്റെ മോള. അവര് കാശ് തട്ടിയെടുക്കാനുള്ള പുതിയ നമ്പറുമായിട്ട് ഇറങ്ങിയിരിക്കുക. ഞാൻ അവനോട് സംസാരിക്കാം. എത്ര കാശ് കൊടുത്തിട്ടാണെങ്കിലും ഈ കേസ് ഒതുക്കാൻ ഞാൻ ശ്രമിക്കാം. അതൊന്നും വേണ്ട ഗോപാൽജി. അയാളെ പോലുള്ളവരൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ജീവിതകാലം മുഴുവൻ ഇത് ഉപയോഗിച്ച് അയാൾ കാശുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. മാധവൻ സാറിന്റെ കാര്യത്തിൽ എനിക്കൊരു തെറ്റുപറ്റിപ്പോയി. അതിനെനിക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ജയിലിൽ പോവുകയാണെങ്കിൽ അതിന്റെ കണക്ക് തീർന്നു എന്ന് ഞാൻ കരുതിക്കോളാം. എന്താ മോനെ നീ പറയുന്നേ? ഈ വിഷയത്തിൽ ഗോപാൽജി ഇടപെടണ്ട. കേസ് മുകുന്ദൻ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം അവൻ നോക്കിക്കോളും. എന്നാലും ഒരെന്നാലും ഇല്ല. ഈ പ്രശ്നത്തിൽ ഗോപാൽജി തലയിടണ്ട. നിന്നോട് ഒരു കാര്യം കൂടെ പറയാനാ ഞാൻ വന്നത്. കാലം കുറേ ആയല്ലോ സഞ്ജുവും ഞാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട്. അതിനൊരു അവസാനം കുറിക്കാൻ ഞാൻ തീരുമാനിച്ചു. അവനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ തീരുമാനിച്ചു. ഗോപാൽജി പേടിക്കണ്ട. സ്വപ്നയും കൂട്ടിക്കൊണ്ട് തന്നെയാ ഞാൻ പോകുന്നേ. എന്താ നിനക്ക് സന്തോഷമായില്ലേ? ഇതിനകത്ത് വന്ന ശേഷം ഇപ്പോഴാ സമാധാനം തരുന്നൊരു വാർത്ത ഞാൻ കേൾക്കുന്നത്. നിന്റെ കുടുംബത്തെക്കുറിച്ച് ആലോചിച്ച് നീ ടെൻഷൻ അടിക്കണ്ട. നമ്മളിപ്പോ ബന്ധുക്കളും കൂടെയാ. നിന്റെ കുടുംബത്തിന്റെ സുരക്ഷ ഇപ്പൊ എന്റെ ഉത്തരവാദിത്വ. നീ ധൈര്യമായിട്ടിരിക്കുക. ഇവിടെ പോലീസ് ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഞാൻ നോക്കിയോളാം. പോട്ടാടാ. ശരി. എന്തായിരുന്നു ഗോപാൽജിയുടെ ഒരു പെർഫോമൻസ്? കണ്ടു നിന്നപ്പോ എനിക്ക് തന്നെ ഗോപാൽജിക്ക് ഗിരിയോട് ആത്മാർത്ഥമായ സ്നേഹമാണെന്ന് തോന്നിപ്പോയി. കുറെ കാലമായില്ലേ ഞാൻ ഈ പണി തുടങ്ങിയിട്ട്. ആളുകളെ പറ്റിക്കുന്നതില് ഞാൻ കഴിഞ്ഞിട്ടേ ഈ പഞ്ചായത്തിൽ വേറെ ആളുള്ളൂ. ഗിരിയെ പോലൊരു മണ്ടനെ ജോലിക്ക് വെക്കാൻ പറ്റിയതേ ഗോപാൽജിയുടെ ഭാഗ്യമാ. ഗിരി നീ വിചാരിക്കുന്ന പോലെ ഒരു മണ്ടനൊന്നുമല്ല. അവൻ എന്നെ കണ്ണടച്ച് വിശ്വസിക്കുന്നത് ഒരു ഭാഗ്യമല്ല. ഈ വിശ്വാസത്തിന്റെ പിന്നില് വർഷങ്ങളുടെ കഷ്ടപ്പാടുണ്ട്, കണക്കുകൂട്ടലുകളുണ്ട്. ശങ്കരൻ മരിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ പകച്ചു നിന്ന ഗിരിയുടെ തോളി കൈയിട്ട് അവന് ഞാനുണ്ടെന്ന് പറഞ്ഞ ആ നിമിഷം
അവനെ കൊണ്ട് എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ കമ്പനിക്കും എന്തൊക്കെ ലാഭം ഉണ്ടാക്കാമെന്ന് ഞാൻ കണക്കൂട്ടി കഴിഞ്ഞിരുന്നു. അന്നു മുതൽ ഞാൻ നടത്തിയ കരുനീക്കങ്ങളുടെ പരിണിത ഫലവാ ഇപ്പോ കണ്ണടച്ചെന്നെ വിശ്വസിക്കുന്ന ഗിരി. എന്തായാലും ഗിരിക്ക് ഗോപാൽജിയെ കണ്ണടച്ച് വിശ്വസിച്ചതിന്റെ കൂലി വൈകാതെ കിട്ടും. ഈ കേസിൽ അവനകത്തു പോയ ഇത്രയും കാലം കൊണ്ട് അവനുണ്ടാക്കിയ പേര് നഷ്ടപ്പെടും. അവനും അവന്റെ കുടുംബവും നാട്ടുകാരുടെ മുമ്പില് നാണം കെടും. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഗിരിയേട്ടനെയും കുടുംബത്തിനെയും തകർക്കാൻ വേണ്ടി താൻ കളിക്കുന്ന കളികളൊന്നും ലക്ഷ്യം കാണില്ല. ഗിരിയേട്ടനെ എന്ത് വില കൊടുത്തും ഈ കേസിൽ നിന്നും ഞാൻ രക്ഷപ്പെടുത്തും. ഈ പരാതി വ്യാജമാണെന്ന് ഞാൻ തെളിയിക്കും. മോളെ, നിനക്ക് ഈ നിയമവും കോടതിയുടെ ഒക്കെ കാര്യങ്ങൾ അറിഞ്ഞൂടെ? ഈ പരാതി വ്യാജമാണെന്ന് നീ തെളിയിച്ചു തന്നെ ഇരിക്കട്ടെ. ഈ കേസ് കോടതി പരിഗണിച്ച് തെളിവുകൾ ശേഖരിച്ച് സാക്ഷികളെയൊക്കെ വിസ്തരിച്ച് പരാതി വ്യാജമാണെന്ന് നീ തെളിയിച്ചു വരുമ്പോഴേക്കും വർഷങ്ങൾ കുറെ കഴിയും. അത്രയും കാലം നിന്റെ ഭർത്താവ് നാട്ടുകാരുടെ മുമ്പിൽ ഒരു പെണ്ണുപിടിയനാ. നിന്റെ കുഞ്ഞു വളരുന്നതും ആ ചീത്തപ്പേരോടെ ആയിരിക്കും. അതൊന്നും നിനക്ക് തടയാൻ പറ്റില്ല മോളെ. പിന്നെ ഇപ്പോഴൊക്കെ ഒരാണിനെ കൊടുക്കാൻ പെണ്ണിന്റെ വാക്ക് മാത്രം മതി. അതുകൊണ്ട് നീ ഗിരിയുടെ കാര്യത്തില് വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട. ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നത് കോടതിയിൽ മാത്രമല്ല, ദൈവത്തില് കൂടിയാ. ദൈവം എന്ന് നല്ലവരുടെ കൂടെ നിൽക്കും. ഹ്, നിന്റെ ഭർത്താവാണോ നല്ലവൻ? നിന്റെ അച്ഛനെ കൊന്ന ഓളം അവൻ. മാധവനോടെ നിനക്ക് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ഗിരി ഉപേക്ഷിച്ച് പോണമായിരുന്നു. ഇനി മേലാൽ തന്റെ വൃത്തികെട്ട നാവ് കൊണ്ട് എന്റെ അച്ഛന്റെ പേര് ഉച്ചരിച്ചു പോരുത്. അങ്ങനെ സംഭവിച്ച ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. തന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്റെ അച്ഛന്റെ പേര് ഉച്ചരിക്കരുതെന്ന്. നീ വെറുതെ ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല മഞ്ജു. ഗിരി നിരപരാധിയാണെന്ന് നീ പറഞ്ഞ ആര് വിശ്വസിക്കാനാ? ബാക്കിയുള്ളവരുടെ കാര്യം പോട്ടെ, നിന്റെ കുടുംബക്കാര് പോലും വിശ്വസിക്കൂ? നിന്റെ അനിയത്തി വിശ്വസിക്കൂ? വെറുതെ ആളുകളെ വെല്ലുവിളിക്കാൻ എളുപ്പമാണ്, പക്ഷേ പറയുന്നത് ചെയ്ത് കാണിക്കാൻ ചങ്കൂറ്റം വേണം. ഞാൻ മാധവന്റെ മകളാ. തന്റെ മുഴുവൻ പരമ്പരയും ഇല്ലാതാക്കാനുള്ള ചങ്കൂറ്റം എനിക്കുണ്ട്. ഈ നാടിന്റെ അവസ്ഥ വളരെ മോശമാ. അതുകൊണ്ടാ തന്നെ ഒരു മാന്യനായും ഗിരിയേട്ടനെ ഒരു ഗുണ്ടയായും കാണുന്നത്. പക്ഷേ വൈകാതെ തന്റെ മുഖംമൂടി ഞാൻ നാട്ടുകാർക്ക് മുമ്പിൽ വലിച്ചു കീറും. അന്ന് തന്നെ തല്ലാൻ കൂടെ നിൽക്കുന്നവരുടെ മുമ്പിൽ ഗിരിയേട്ടനും ഉണ്ടാവും. താൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ വൈകാതെ താൻ അനുഭവിക്കും. ഞാൻ പ്രീതിയെ ചെന്ന് കണ്ടിരുന്നു. അവളുടെ മനസ്സ് മാറ്റാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ ഒരു ഗുണവും ഉണ്ടായില്ല. പീതാംബരനാ പ്രീതിയെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നെ. അവള് ഭർത്താവ് ഉപേക്ഷിച്ചൊരു ഗർഭിണിയല്ലേ? പീതാംബരം പറയുന്നത് അനുസരിക്കാതെ അവൾക്ക് വേറെ വഴിയില്ലല്ലോ. അവള് പരാതി തന്നെ ഉറച്ചു നിന്ന് ഞാൻ എന്തായാലും ജയിലിൽ പോകേണ്ടി വരും. കേസ് നടത്തി ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കുമ്പോഴേക്കും വർഷങ്ങൾ എടുത്തു എന്ന് വരും.